എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്നലെ 11/3/2025 നടത്തിയ ക്ലർക്ക് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 23/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി 4 മാത്രം. അടുത്ത ചോദ്യം: മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. 1939 KPCC പ്രസിഡൻ്റായിരുന്നു. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റൈലിൻ്റെ പതനം, റൂസോ സാമൂഹ്യ കരാർ, സൺ യാറ്റ്സൺ റഷ്യൻ വിപ്ലവം, WTO 1995 സ്ഥാപിച്ചു. തെറ്റായ ജോഡി ഓപ്ഷൻ ബി 3 മാത്രം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഹ്ഫത്തുൽ മുഹ്വിദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതി. സമ്പദ് കൗമുദി എന്ന വാരിക തുടങ്ങി. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാക്രമം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി 4, 3, 1, 2. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇങ്ങനെയാണ് കാലഗണനാക്രമം. താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3 ശരിയായ ജോഡികൾ. നീലദർപ്പൺ, ദീനബന്ധുമിത്ര, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾ. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഓപ്ഷൻ ബി ഗോദാവരി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത. 3. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ NRSC ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ഓപ്ഷൻ സി ഹർമാറ്റൻ. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി വരുമാന നികുതി. നബാർഡ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി 1982. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1881. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ഓപ്ഷൻ എ ഹോർട്ടിക്കൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക. ഓപ്ഷൻ സി ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം. ഓപ്ഷൻ സി തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി. ഓപ്ഷൻ എ എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ നവംബർ 26. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടന പദവി നൽകിയ കമ്മിറ്റി. ഓപ്ഷൻ ഡി തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓപ്ഷൻ എ കരുത്ത്. താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1, 2 മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിന് ഉണ്ട്? ഓപ്ഷൻ സി 15 ദിവസം. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി പൃഥ്വിരാജ്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. 2005 വിവരാവകാശ നിയമമനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ ഡി സ്പോറോസോവ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏത്? ഓപ്ഷൻ എ ഹീമോഫീലിയ. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗം.
അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഗ്ലൂക്കഗോൺ. സെമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി അക്രോമെഗാലി. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ നവംബർ 14. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ബി ആസാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത്? ഓപ്ഷൻ ഡി റേച്ചൽ കാഴ്സൺ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ്? ഓപ്ഷൻ എ വിസ്കസ് ബലം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. അമർത്തിയ സ്പ്രിംഗ്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. ഓപ്ഷൻ ബി 1 and 3. അമർത്തിയ സ്പ്രിംഗ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര്? ഓപ്ഷൻ ബി പുഷ്പക്. ഇതിലേതാണ് ISROയുടെ ആദ്യത്തെ സൗരദൗത്യം? ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ആദിത്യ L1, ആദിത്യ L2. ഓപ്ഷൻ സി ആദിത്യ L1. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം ഓപ്ഷൻ സി കുറയുന്നു. അമോണിയം സൾഫേറ്റ് ഓപ്ഷൻ ബി അസിഡിക് ലവണം. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി കഫീൻ. താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ഓപ്ഷൻ ഡി ജലം ഐസ് ആകുന്ന പ്രക്രിയ. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളപ്പിച്ച മുല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസം. മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ്? ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം? ഓപ്ഷൻ ഡി ജപ്പാൻ. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? ഓപ്ഷൻ എ കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം എന്നാണ്? ഓപ്ഷൻ സി ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെഴുതുക. ഓപ്ഷൻ ഡി ഗേറ്റ്വേ. കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. യാഹൂ, സഫാരി, ഗൂഗിൾ, ബിങ്.
ഓപ്ഷൻ ബി സഫാരി. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേര്. ഓപ്ഷൻ ബി ഇ സേവനം. IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സൈബർ ഭീകരത. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിന് മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്ര? ഓപ്ഷൻ സി 5 മാസം. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പുകളിൽ പെട്ടതാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിന് ഇരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി. താഴെ പറയുന്നവ ഏത് നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്? ഓപ്ഷൻ എ 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അഥവാ OCR ഏത്? ഓപ്ഷൻ ഡി 4 ശരി ഉത്തരം. സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റുകളിൽ നിന്ന് അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ്. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റ് 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം എഴുതുക. ഓപ്ഷൻ സി 3 ശരിയല്ല. ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര? ഓപ്ഷൻ ഡി 3720. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം? ഓപ്ഷൻ ബി 1:4.
SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30, 25, 20, 24, 33, 27, 36, 32, 28, 24 ആയാൽ മാർക്കുകളുടെ മീഡിയൻ എത്ര? ഓപ്ഷൻ സി 28. ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നുവെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ ബി 130 ഡിഗ്രി. 12 + 17 - 12 × 3 + 72 / 8 = ഓപ്ഷൻ സി 36. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് ZKLWH എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ഡി EODFN. ഒറ്റയാനെ കണ്ടെത്തുക. 59, 73, 87, 47. ഓപ്ഷൻ എ 87. രാമു തൻ്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നുവെങ്കിൽ രാമു തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഓപ്ഷൻ സി 17 മീറ്റർ. ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് 9ാമതും മുന്നിൽ നിന്ന് 7ാമതുമാണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട്? ഓപ്ഷൻ എ 15. 80ാമത്തെ ചോദ്യത്തിന് വരുന്നത് ഓപ്ഷൻ സി 480. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വെർബ്. യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ദേ ഡാഷ് ഫുട്ബോൾ. ഓപ്ഷൻ ഡി are playing. Select the appropriate question tag. They rarely visit us dash ? Option A do they. Select the suitable phrasal verb. The proposal was dash due to lack of funds. Option B turn down. അടുത്ത ചോദ്യം, I think the manager is dragging his feet in this case. This sentence can be interpreted as Option C, the manager is acting slowly in this case because he does not want to do it. Complete the sentence using the correct option. If I had a car, I dash. Option B, would drop you at the bus stop. Which among the following is a synonym of the word disposition? Option D, character. Change into comparative degree. Rajiv is the tallest boy in the class. Option A, Rajiv is taller than all other boys in the class. A group of soldiers is called. Option C, troop. Pick out the correctly spelt word from the following. Option B, silhouette. Change into indirect speech. Rita asked Ramesh, do you know the answer? Option D. Rita asked Ramesh whether he knew the answer. അടുത്ത ചോദ്യം, വിപരീത പദം എഴുതുക. ശുദ്ധം. ഓപ്ഷൻ ബി അശുദ്ധം. കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന വാക്ക്. ഓപ്ഷൻ സി സംഗമവേദി. ചേർത്തെഴുതുക സത് പ്ലസ് ഭാവം. ഓപ്ഷൻ ബി സദ്ഭാവം. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ തോഴി, ആളി, സഖി. എതിർലിംഗം എഴുതുക. ലേഖകൻ. ഓപ്ഷൻ ബി ലേഖിക. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്. ഓപ്ഷൻ സി അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ. ഓപ്ഷൻ ഡി മരം പ്ലസ് കൾ. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ ഡി അതിഥി. 10 ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നതെന്ത്? ഓപ്ഷൻ സി പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? ഓപ്ഷൻ ബി ആളുകൂടിയാൽ പാമ്പ് ചാകില്ല.
മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.